ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിൽ. BJP ഉൾപ്പെടുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക തിങ്കളാഴ്ച പുറത്തിറക്കുമെന്ന് സൂചനയുണ്ട്. അതേസമയം സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് RJD തർക്കം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷമായി. അധികാര തുടർച്ച മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്, മറിച്ച് കൂടുതൽ സീറ്റുകൾ നേടി വലിയ ഭൂരിപക്ഷം മുന്നിൽ കണ്ട ദേശീയ ജനാധിപത്യ സഖ്യം സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി. ഘടകകക്ഷിയായ LJPക്ക് 26 സീറ്റ് നൽകാൻ ധാരണയായതായാണ് വിവരം. ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്കും അർഹമായ പരിഗണന നൽകി. BJPയും JDUവും നേരത്തെ തന്നെ സീറ്റ് വിഭജിച്ചിരുന്നു. ഞായറാഴ്ച BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നതോടെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. BJP ഉൾപ്പെടുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക തിങ്കളാഴ്ച പുറത്തിറങ്ങുമെന്നാണ് സൂചന. അതേസമയം സീറ്റ് പങ്കിടുന്ന വിഷയത്തിൽ കോൺഗ്രസ് RJD തർക്കം പരിഹരിക്കപ്പെട്ടില്ല. കഴിഞ്ഞ തവണ മത്സരിച്ച 70 സീറ്റിലെങ്കിലും മത്സരിക്കാൻ അനുവദിക്കണമെന്നാണ് കോൺഗ്രസിന്റെ അപേക്ഷ. എന്നാൽ രാഹുൽ വോട്ടുചോരി യാത്രയടക്കം നടത്തിയിട്ടും ബീഹാറിൽ കോൺഗ്രസിന് ഒരു തരത്തിലുള്ള എഴുന്നേറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് RJD വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകുന്നത് തോൽവിയുടെ ആഘാതം വർദ്ധിപ്പിക്കും. സീറ്റ് വിഭജന കാര്യത്തിൽ CPI, CPML, CPM എന്നീ ഇടത് കക്ഷികൾക്കും അതൃപ്തിയാണ്. ഇതോടെ സീറ്റ് വിഭജിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷ മുന്നണിയിൽ സമവായം സാധ്യമാകുന്നില്ല. പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നേതാക്കൾ ഇടപെട്ട് ഇന്ത്യ സഖ്യത്തിലെ പ്രശ്നം പരിഹരിക്കുവാനുള്ള ശ്രമത്തിലാണ്. ജനം, ഡൽഹി.